നമസ്കാരം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന ചൊല്ല് നമുക്കറിയാം. ഒരിക്കലും നഷ്ടമാവാത്ത, ഏത് സമയത്ത് നമുക്ക് ഉപകാരമാവുന്ന ഒരു ധനമാണ് വിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു നല്ല തുടക്കം ലഭിക്കുവാൻ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നവരാണ്. എൻ്റെ ബാഗിൽ കാണുന്ന ഈ കുരുന്നുകളെ കണ്ടില്ലേ? അവരുടെ കളിയും ചിരിയും ആ ചിത്രങ്ങളുടെയൊക്കെ ലോകത്ത് വിദ്യ എന്ന ആ ഒരു വലിയ കാര്യത്തിന് ഒരു നല്ല തുടക്കം ലഭിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടി വിയുടെ എൻ്റയർ മീഡിയ ടീം ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. വളരെ മനോഹരമായ ഒരു ആംബിയൻസാണ് ഇവിടെ. നല്ല ടീച്ചിങ് മെത്തേഡാണ്. കുരുന്നുകളൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കളിവീട്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഏറെ പ്രശസ്തമായ കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിന് സമീപമാണ്. അവിടുത്തെ ഒരു വാചകം തന്നെ ഞാൻ പറയാം, ഹാപ്പി ഹോം ഫോർ കിഡ്സ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ആ കുരുന്നുകളുടെ അടുത്തേക്ക് കമാൺ. അപ്പോൾ കളിവീടിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാന്യയായ സുധാ ദേവിയാണ് എന്നോടൊപ്പം ഉള്ളത്. മാം നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷം. വളരെ മനോഹരമായ ഒരു ആംബിയൻസ്. തുടക്കത്തിലെ ഞാൻ പറഞ്ഞ പോലെ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. എന്തിനും ഒരു തുടക്കം നല്ലതാണ് അല്ലേ? ആ തുടക്കം ഒരു അധ്യാപിക കൂടിയായ താങ്കളത് നൽകുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഏതൊക്കെ ക്ലാസ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്? ഇവിടെ 1 വയസ്സ് മുതൽ അഡ്മിഷൻ ഉണ്ട്. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയുള്ള 2 കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ ഉള്ളൂ. ശരി. ബാക്കി 4 സെക്ഷനായിട്ട് വർക്ക് ചെയ്യുന്നു. അത് ഏതൊക്കെ സെക്ഷനാണ്? അത് പ്ലേ ക്ലാസ്, അതായത് 2 to 3 years, പിന്നെ പ്രീ KG 3 to 4 years, പിന്നെ LKG and UKG. ശരിക്കും എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് ഇവിടുത്തെ ടീച്ചിങ് മെത്തേഡ് വളരെ, ഞാനൊരു അധ്യാപകൻ കൂടി ആയതുകൊണ്ട് പറയുകയാണ്, വളരെ നല്ല രീതിയിലാണ്. കുട്ടികളൊക്കെ എന്ത് ഇതായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ വളരെ എങ്ങനെയാണ് ടീച്ചിങ് മെത്തേഡൊക്കെ ഇവിടെ? ടീച്ചേഴ്സിൻ്റെ അവര് 21ാമത്തെ വർഷമാണ് കളിവീട് തുടങ്ങിയിട്ട്. ആദ്യം മുതലുള്ള എല്ലാ സ്റ്റാഫും ഇപ്പോഴും ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. അതിന്റെ ഒരു ഗുണമാണ്. അപ്പൊ അവരാ ട്രെയിനിങ് കറക്റ്റ് അതിലൂടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോരുന്നതിന്റെ ഒരു പ്രിൻസിപ്പൾ, പ്രത്യേകിച്ച് ഒരു അധ്യാപിക കൂടി, സീനിയർ അധ്യാപിക കൂടി ആകുമ്പോൾ, കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആൾ കൂടി ആകുമ്പോൾ ഒരു മേൽനോട്ടമുണ്ട് അല്ലേ? ശരിക്കും ആ പേര് പോലെ തന്നെ ഒരു കളിവീട്, അതാണ് എനിക്ക് തോന്നിയത്. ശരിക്കും മറ്റുള്ള ലെവലിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനോഹരമായ ഒരു ആംബിയൻസ്. ഈ ഒരു സങ്കല്പം എങ്ങനെ മനസ്സിലാക്കി വന്നു? കുട്ടികൾക്ക് ഒരു സ്കൂളിലേക്ക് ചെല്ലുന്നതിനേക്കാൾ ഏറ്റവും സന്തോഷം അവരുടെ അമ്മ വീട്ടിലേക്കോ അച്ഛൻ വീട്ടിലേക്കോ ഒക്കെ ചെല്ലുന്നതാണ്. അപ്പോൾ ഇവിടെ പേരൻസിനാണേലും അവരുടെ സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് ഉണ്ടാക്കുന്ന അതേ ഫീലിങ്ങിലാണ് അവർ കുട്ടികളെ ഞങ്ങളുടെ അടുത്ത് ഉണ്ടാകും. അല്ല, ഞാൻ വന്നപ്പോൾ കണ്ടത് ഇത് വെറുതെ പറഞ്ഞതല്ല. ഒരു കുഞ്ഞ് കരഞ്ഞപ്പോൾ ഓടി അവന് ആ മിസ്സിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, അമ്മയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്നത് പോലെ. അത് വല്ലാത്ത ഫീലായി. അപ്പം അങ്ങനെയാണ് ഇതിന് കയറ് അല്ലേ? ഇവിടെ നമുക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ? അഡ്മിഷൻ ഏത് ഏജിലും അഡ്മിഷൻ ഉണ്ട്. പക്ഷേ LKG UKG മാത്രം ജൂണിലാണ് അഡ്മിഷൻ നടത്തുന്നത്. അതല്ല, നമുക്ക് ഏത് സമയത്തുണ്ട്. എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ നമുക്ക് വാഹന സൗകര്യമുണ്ട്. കാറുണ്ട്, ഡ്രൈവർ സർവീസ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതെ, ഇത് നല്ല ദൂരത്തു നിന്ന് തന്നെ കുട്ടികൾ ഇവിടെ എത്തുന്നുണ്ട്. വളരെയധികം ദൂരത്തുനിന്ന്, അതിരമ്പുഴ അപ്പുറത്തുനിന്നുണ്ട്, കുമ്മനം ആ സൈഡിൽ നിന്നൊക്കെ ഉണ്ട്. വളരെ അകലേന്ന് വരെ കുട്ടികൾ കേട്ടറിഞ്ഞു വരുന്നുണ്ട്. ശരി. ആ കാര്യം നമ്മളൊന്നും പഠിച്ച ഒരു കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ രീതിയല്ല ഇപ്പോൾ. അന്വേഷിച്ചറിഞ്ഞിട്ടേ വരും. അപ്പോൾ AI അതേപോലുള്ള സാങ്കേതിക വിദ്യകളും ഒക്കെ ഇങ്ങനെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ ഒരു ട്രീറ്റ്മെൻറ്റ്, ഇവരുടെ ഒരു ഇപ്പോഴത്തെ രീതിയെക്കുറിച്ച് എന്താണ് ടീച്ചറിന് പറയാനുള്ളത് ഒരു അധ്യാപിക എന്ന രീതിയിൽ? ഇപ്പോൾ കാലത്തിനനുസരിച്ചുള്ള ചേഞ്ചസ് വളരെ വളരെ ചേഞ്ച് ഉണ്ട്. പ്രത്യേകിച്ചും കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ അവർ മൊബൈലിലും TV യിലും ഒക്കെ അങ്ങ് അഡിക്റ്റഡായി
അവരുടെ സംസാരശേഷി പതിയെ പതിയെ നിന്നു പോകുന്ന ഒരവസ്ഥ ഇപ്പോൾ കാണുന്നുണ്ട്. ഇവിടെ വരുന്ന ഒരു നല്ല ശതമാനം കുട്ടികളിൽ സംസാരശേഷി ഇല്ല. അത് കറക്റ്റാണ് ടീച്ചർ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു 3 മാസം കൊണ്ട് കുട്ടികൾ നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിച്ച് തുടങ്ങുന്ന ഒരു രീതി. അത് പേരൻസിന് വളരെയധികം സന്തോഷം. എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് സ്ഥലത്ത് കൊണ്ടുവിടുന്നതിനേക്കാൾ അവർക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നത് ഇവിടെ വിടുന്നതാണ്. അത്ര ആ ഒരു വ്യത്യാസം കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ അവരുടെ എല്ലാം ചെറുപ്പത്തിൽ കിട്ടേണ്ട എല്ലാ അടിത്തറയും കൊടുത്താണ് നമ്മൾ. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. കാര്യം ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന ചൊല്ലുപോലെ കുഞ്ഞുനാളിലെ അവർക്ക് അറിവ് കിട്ടിയാൽ പണ്ട് നമ്മൾ നിലത്തെഴുതുന്ന രീതി പോലെ അക്ഷരങ്ങൾ മനസ്സിലേക്ക് പതിയും ഹൃദയത്തിലേക്ക് പതിയുന്ന പോലെ അങ്ങനത്തെ പഠന രീതിയാണ് ഇവിടെ. എന്തായാലും കളിവീടിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്കളുടെ നേതൃത്വത്തിൽ ഇത് ഇനിയും വലിയ വലിയ ഒരു സ്ഥാപനമായി മാറട്ടെ. ഒരുപാട് കുരുന്നുകൾക്ക് അറിവാകുന്ന അഗ്നി പകർന്നു നൽകുവാൻ താങ്കൾക്ക് ശക്തി ഉണ്ടാവട്ടെ. കൂടെയുള്ള അധ്യാപകർക്ക് ദൈവം എല്ലാവിധ ശക്തിയും കുമാരനെല്ലൂർ ദേവിയുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാവട്ടെ. നന്ദി. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യയാകുന്ന ആ ധനം നമുക്ക് ലഭിക്കണമെങ്കിൽ കളിവീട് ശരിക്കും നമുക്കൊരു വീട് തന്നെയാണ്. ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ലൈവ് ടിയുടെ എൻ്റെ മീഡിയ ടീമിനൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.